സോഷ്യൽ ആങ്സൈറ്റി എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് ഏത് മണ്ടിനും ഞാൻ മാറ്റുപോലെ മാറ്റാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഫുള്ള് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അതെന്താ പറയാം. സ്റ്റെപ്പ് 0. ഇത് മനസ്സിലാക്കാതെ വീഡിയോ കണ്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഡിപ്രഷന്റെയും ബാക്കി 90% പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ സോഷ്യൽ ആങ്സൈറ്റി ആണ്. ശ്രദ്ധിക്കുക, മനുഷ്യൻ 10,000 വർഷമായിട്ട് കൂട്ടമായിട്ട് ജീവിച്ചു വരുന്നത്. നമ്മുടെ ബ്രെയിൻ അതേ പഴയ ബ്രെയിൻ തന്നെ, ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് പണ്ട് ഗ്രൂപ്പിൽ നിന്ന് ഒറ്റയ്ക്ക് മാറിപ്പോയാൽ പുലി പിടിച്ചതിനും നമ്മൾ മരിക്കും. അതാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ എന്താണെങ്കിലും ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്തത്. കാരണം ബ്രെയിൻ അത് ഡേഞ്ചർ ആണെന്ന് ഇപ്പോഴും പറയത്തുള്ളൂ. സ്റ്റെപ്പ് 1. ഇനിയാണ് മെയിൻ കഥ. സോഷ്യൽ ആങ്സൈറ്റി ഇല്ലാത്ത ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത്. അവർക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ചെറുപ്പം തൊട്ടേ ആൾക്കാരോട് മിണ്ടി അറിയാത്തവരെ കാണുമ്പോൾ എന്ത് പറയണം, മറ്റുള്ളവരുടെ മൂഡ് അനുസരിച്ച് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഏത് ജോക്ക് പറയണം, എന്തെല്ലാം ചോദിക്കണം, ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ്, ഇങ്ങനെ ഒരു 1000 കാര്യം. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് നാളുകൊണ്ട് അവർ ഇത്രയും വർഷത്തെ പ്രാക്ടീസിന് മറികടക്കാൻ പറ്റും. എങ്ങനെ? സ്റ്റെപ്പ് 2. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എങ്ങനെയാ ഡ്രൈവിംഗ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ കണ്ടാൽ അത് കുറച്ച് സഹായിക്കുമായിരിക്കും. പക്ഷേ ബൈക്ക് ഓടിച്ചോടിച്ച് വീണ് പഠിച്ചവനെ നിങ്ങൾക്ക് ഒരിക്കലും തോപ്പിക്കാൻ പറ്റത്തില്ല. ഇത്രയും നാളോ പോയി. ഇനി ഒരു ദിവസം പോലും കളയാതെ ഞാൻ പറയുന്ന പോലെ ഇന്ന് തന്നെ പ്രാക്ടീസ് തുടങ്ങിക്കോ. നിങ്ങളെ പോലെ തന്നെ അധികം ആരോടും മിണ്ടാത്ത ഇൻട്രോവേർട്ട് ആയ കുറെ ആൾക്കാരാണല്ലോ. അങ്ങനെയുള്ളവരോടെല്ലാം വേണ്ടി പതുക്കെ പ്രാക്ടീസ് തുടങ്ങുക. അതാകുമ്പോൾ ചമ്മിപ്പോയാലും അധികം ആരും അറിയത്തില്ല. ഒരു ദിവസം 2 പുതിയ ആൾക്കാരോട് മിണ്ടണം. നെഞ്ച് ഭയങ്കരമായിട്ട് ഇടിക്കും, ഭയങ്കര ഓവർ തിങ്കിങ് ആയിരിക്കും, എനിക്കറിയാം. ഇനി പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എന്റെ 1/4 ഭാഗം ബുദ്ധിയുള്ളെന്ന് ചിന്തിക്കുക. ബ്രെയിൻ ഓഫ് ചെയ്ത് നേരെ അവരുടെ അടുത്ത് പോയി എന്തെങ്കിലും മണ്ടൻ ചോദ്യം ചോദിച്ച് തുടങ്ങിക്കും. മിക്ക എക്സ്ട്രോവേർട്ടുകളും ഇങ്ങനെയാണ്. നിങ്ങൾ ഒരു വലിയ അങ്ങനത്തെ ചോദ്യമായിട്ട് ചെന്നാൽ ഇത് ഇന്നെങ്കിലും നടക്കാൻ പോകുന്നില്ല. ഈ സ്ഥലം എവിടെയാ, ഇതിലെന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, നാളെ വരുമോ, അങ്ങനെ എന്തെങ്കിലും. ഇതിനി 10 മടങ്ങ് ഈസി ആക്കാൻ ഒരു വഴിയുണ്ട്. അതാണ് സ്റ്റെപ്പ് 3. 1. ഡെയിലി വിയർത്തണച്ച് 1/2 മണിക്കൂർ 1 മണിക്കൂർ ഹോം വർക്കൗട്ടോ ജിമ്മോ മാർഷൽ ആർട്സോ എന്തെങ്കിലും നിർബന്ധമാണ്. കോൺഫിഡൻസ് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്തോളം വരും. അത് ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് അത് എന്താണെന്ന് വിശ്വാസം വരത്തുള്ളൂ. മൈൻഡ് കല്ല് പോലാവും. ആരുടെയും വേണ്ടി ചമ്മിപ്പോയാലും നമുക്ക് ഒരു ചുക്കവും ഇല്ല. 2. ഡെയിലി 10 മിനിറ്റ് എഴുന്നേൽക്കുമ്പോൾ തന്നെ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾ ആരുടെയും മിണ്ടുമ്പോൾ മൈൻഡ് അതിൽ തന്നെ പ്രസന്റ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചിന്തിച്ച് ഓടത്തില്ല. ഇനിയാണ് ലാസ്റ്റ് മെയിൻ സ്റ്റെപ്പ്. നിങ്ങളെ പുച്ഛിച്ചവരുടെ എല്ലാം മോന്തയ്ക്ക് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ഏത് മണ്ടനും ലൈഫ് തലകുത്തനെ മാറ്റാം. 30 ദിവസത്തെ ഈ ഒറ്റ വീഡിയോ മാത്രം കണ്ടാൽ മതി.